വെൽക്കം ബാക്ക് ടു dinewithann. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കുറുക്ക് കാളൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ഒരേ വലുപ്പത്തിലുള്ള ഒരേ കനത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്, നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ ഇതിന്റെ കൂടെ ചേനയും ചേർക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ ദാ കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നറുനെയ്യാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി കായ നെയ്യിലിട്ട് ഒന്ന് വരട്ടി നമുക്ക് എടുക്കണം. അപ്പോഴാണ് കാളനൊരു പ്രത്യേക സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കാളനുണ്ടാക്കുമ്പോൾ തൈര് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് നമ്മൾ തിളപ്പിക്കാറില്ല. പക്ഷെ കുറുക്ക് കാളനുണ്ടാക്കുമ്പോൾ തൈര് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കും. നന്നായി തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കും. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തൈര് പിരിഞ്ഞു പോവില്ല. അത് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് ചിരകി വെച്ചതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ തൈരൊക്കെ തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു പാകം വരെയാണ് നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെള്ളത്തിന്റെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. കറക്റ്റായിട്ട് ഒന്ന് കുറുകി അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക്, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അത് കാളനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കാളൻ കുറച്ച് കൂടുതൽ സമയം കൂടി അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ കട്ടിയായി പോവും. അപ്പൊ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇൻ കേസ് അങ്ങനെ കട്ടിയായി പോയി എന്ന് വിചാരിച്ചാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കാളന്റെ ഒരു കുറുക്ക് കാളന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇങ്ങനെ കുറുക്ക് കാളൻ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇത്തവണത്തെ ഓണത്തിന്. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ബട്ടൺ ഇനേബിൾ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.